Mr. Chairman, the hurt, the anger has thrown a nobody like me to be part of this temple of democracy. If you hear an anxiety, anguish and pain in my voice, please go back and see those 60,000 people languishing in the relief camp. Don't talk about partition remembrance till you win that. I would keep quiet the moment the Prime Minister opened his mouth and a nationalist party says that Manipur is part of India and we care for the people of that state. ഗുഡ് ജസ്റ്റർ, ബട്ട് വിൽ ഇറ്റ് ഹെൽപ്പ് അസ്? ഇംഗ്ലീഷിലാണ് ആ ചോദ്യം. മിസോറാമിലും മണിപ്പൂരിലും പ്രധാനമന്ത്രി സംസാരിച്ചത് ഇംഗ്ലീഷിലാണ്. BJP എപ്പോഴും വാശി പിടിച്ച് സംസാരിക്കാനായി വാദിക്കുന്ന ഹിന്ദിയിലായിരുന്നില്ല. അമിത്ഷാ പരിഹസിച്ച ഭാഷയായ ഇംഗ്ലീഷിൽ മോദി സംസാരിച്ചു. അതാണ് നോർത്ത് ഈസ്റ്റ്. ആ സ്ഥലത്ത് ചെന്ന് ബീഫ് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ BJP പിന്തുണയ്ക്കാൻ ഒരു പാർട്ടിയും കാണില്ല, BJP പോലും കാണില്ല. അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിൽ വലിയ സംഘർഷം നടന്ന് എത്രയോ നാളുകളായി. അവിടേക്ക് മാത്രം പ്രധാനമന്ത്രി എത്താൻ നീണ്ട 864 ദിവസങ്ങളെടുത്തു. ഒടുവിൽ മോദി എത്തി എന്നതിൽ ആശ്വസിക്കാം. നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ആ മോദിയൻ വരവിനെക്കുറിച്ച് മണിപ്പൂരിന് അത്ര ശുഭപ്രതീക്ഷയൊന്നുമില്ലെന്ന് ദ ടെലഗ്രാഫ് അടക്കമുള്ള പത്രങ്ങൾ എഴുതുന്നു. നോർത്ത് ഈസ്റ്റ് പത്രങ്ങളിൽ നിന്നടക്കം പലയിടത്തായി പുറത്തുവരുന്നതെല്ലാം സമ്മിശ്ര പ്രതികരണങ്ങൾ. മെയ്തേയ് കുക്കീസു സംഘർഷം അവസാനിപ്പിക്കാൻ സമഗ്രമായി ഇടപെടുന്നതിന് പകരം ഹൈവേ വികസനമടക്കം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയ മോദി യാഥാർത്ഥ്യങ്ങളെ വേണ്ട പോലെ കണ്ടില്ല എന്നാണ് അവരുടെ വിമർശനം. 260-ലധികം പേർ കൊല്ലപ്പെടുകയും 60,000 പേരെ കുടിയിറക്കുകയും ചെയ്ത സംഘർഷമുണ്ടായിട്ടും 28 മാസമെടുത്ത് മണിപ്പൂരിലെത്തി ലക്ഷ്യം കാണാത്ത പ്രസംഗം നടത്തി മോദി മടങ്ങി എന്നും അവർ വിമർശിക്കുന്നു. മണിപ്പൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥിനി റബീസാന തിയാം പറഞ്ഞത് മോദിയെ തൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ ആ പ്രസംഗം നിരാശപ്പെടുത്തി എന്നാണ്. സംഘർഷബാധിത ബിഷ്ണുപൂർ ജില്ലയിൽ നിന്നുള്ള റിട്ടയർഡ് അധ്യാപകൻ N. സനദോയ് സിംഗ് പറഞ്ഞത് ചുരാചന്ദ്പൂർ അതിർത്തിക്കാരായ തങ്ങൾ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പ്രഖ്യാപനം മാത്രം നടന്നു, കൂടുതൽ ഇടപെടൽ പ്രതീക്ഷിച്ചു എന്നാണ്. എപ്പോഴാണ് രണ്ട് സമൂഹങ്ങളും വീണ്ടും അനുരഞ്ജനത്തിലാവുകയും സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് ഇംഫാൽ നിവാസി L. ലാംഫെൽ ചോദിച്ചു. കുറച്ച് അഭയാർത്ഥികളെ പോയി കണ്ടതുകൊണ്ട് മാത്രം യഥാർത്ഥ ചിത്രം ലഭിക്കില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച മണിപ്പൂരിൽ ഒരു രാത്രി ചെലവഴിക്കേണ്ടതായിരുന്നു മോദിയെന്നും അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. മഴയിൽ നനഞ്ഞ ഇംഫാൽ റാലിയിൽ 23 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ സംഭവിച്ച അതിക്രമങ്ങൾ നിർഭാഗ്യകരമെന്ന് മോദി പറഞ്ഞു. മണിപ്പൂരിനുള്ള നിരവധി പദ്ധതികളുടെ 3000 കോടി രൂപയുടെ പാക്കേജ്, കുക്കീസോ ശക്തി കേന്ദ്രമായ ചുരാചന്ദ്പൂരിൽ 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിട്ടു. ശേഷം സമാധാന വഴി സ്വീകരിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് മടങ്ങി. തീപ്പൊരി പ്രാസംഗികൻ കോൺഗ്രസ് MP ബിമോൽ അക്കോയിജം പറഞ്ഞത് മണിപ്പൂരിലെ പ്രതിസന്ധി മോദി ഒരിക്കലും ശരിയായി കേട്ടിട്ടില്ല എന്നാണ്. ആ പ്രസംഗത്തിൽ അത് പ്രകടമായിരുന്നു എന്നും. പുനരധിവസിപ്പിക്കാനോ നിരായുധരാക്കാനോ കേന്ദ്രത്തിന് കൃത്യമായ പ്ലാനില്ല. 28 മാസത്തിന് ശേഷവും പിന്നീട് അദ്ദേഹം വന്നു എന്ന് മാത്രം. എന്തൊരവഹേളനം, മുൻ മുഖ്യമന്ത്രി ഒക്രം ഒബോബി സിംഗ് പറഞ്ഞു. മോദിയുടെ വരവ് നിർഭാഗ്യകരം. ആളുകൾ കൂടുതൽ പ്രതീക്ഷിച്ചു. സാധാരണ പ്രസംഗം നടത്തി അദ്ദേഹം മടങ്ങി. സന്ദർശനത്തിലെ അതൃപ്തി ഒരു BJP അംഗം തന്നെ സ്വകാര്യമായി സമ്മതിച്ചതായി കൊൽക്കത്ത ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം കുക്കീസോ കൗൺസിൽ മോദിയുടെ സന്ദർശനം പോസിറ്റീവായാണ് കാണുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവരെ പ്രധാനമന്ത്രി കണ്ടു, കുട്ടികളുമായി സംവദിച്ചു. മിസോറാമിൽ നിന്നും വ്യോമമാർഗം ഇംഫാലിൽ, അവിടെ നിന്ന് ചുരാചന്ദ്പൂരിലേക്ക് 60 കിലോമീറ്ററോളം റോഡ് മാർഗത്തിൽ സഞ്ചാരം.
കനത്ത മഴ കാരണം 2 മീറ്റിംഗുകൾ റദ്ദാക്കി. പിന്നീട് ഗുവാഹത്തിയിലേക്ക് പറന്നു. സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് താഴ്വരയിലെ 6 വിമത ഗ്രൂപ്പുകളുടെ കോർഡിനേഷൻ കോർക്കം ബന്ദ് നടത്തി. പക്ഷേ അനിഷ്ട സംഭവങ്ങളുണ്ടായില്ല. മോദിയുടെ സന്ദർശനം വൈകിയതിൽ പൗരാവകാശ സംഘടനയായ അമുക്കോ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മണിപ്പൂർ സംഘർഷം പരിഹരിക്കാൻ കേന്ദ്രവുമായി ചർച്ച നടത്തിയ കുക്കീസോ കൗൺസിൽ ശാശ്വത പരിഹാരത്തിനായി മോദിക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചു. കേന്ദ്രഭരണ പ്രദേശം പോലെ പ്രത്യേക ഭരണകൂട സാധ്യത, നിയമനിർമ്മാണ സഭ, ഇതാണ് ഏറ്റവും പ്രധാന ആവശ്യം. കുക്കീസോ ഭൂരിപക്ഷ മേഖലയായ ചുരാചന്ദ്പൂരിൽ മോദി റാലി നടത്തി. മെയ്തൈ ഭൂരിപക്ഷ ഇംഫാൽ വെസ്റ്റ് മേഖലയിലും മറ്റൊരു റാലി. വിമർശനം എന്തു തന്നെയായാലും മണിപ്പൂരിന് സമാധാനം ഇതുകൊണ്ടെല്ലാം ഉണ്ടാകുമെങ്കിൽ അത് നല്ലത് തന്നെ. വംശീയ തർക്കത്തെ അതിജീവിക്കുന്ന വികസന മാറ്റം സംഭവിക്കട്ടെ ഇനിയെങ്കിലും നോർത്ത് ഈസ്റ്റിൽ.